പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാം വർക്കർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിലേക്ക് വിഭാഗത്തിലേക്ക് നടന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻവാല ബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻവാല ബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ നിന്ന് തെറ്റ് കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ലക്ഷ്യപ്രമേയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗം, നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാ ഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 4 ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർലമെന്റ്. ചുമതലകൾ നോക്കാം. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നു. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുന്നു. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്ലാറ്റോ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികൾ. പ്രസ്താവനകൾ നോക്കാം. അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്നിരിക്കുന്ന ജോഡിയിൽ നിന്ന് തെറ്റായത് കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള. അത് തെറ്റായിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ളത് അയ്യങ്കാളി, കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു, അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1924 നവംബർ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 18. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ധർമ്മേന്ദ്ര പ്രധാൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രം. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവച്ച കരാർ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇത് 3ഉം ശരിയാണ്. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക? ആൻസർ ഓപ്ഷൻ എ ആണ്,
ആദ്യം വരുന്നത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. രണ്ടാമത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. മൂന്നാമത് ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം, ഇത് ശരിയായിട്ടുള്ള ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നാലാമത്തതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ഫിലായ് സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇത് മൂന്നും ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. 1951 മുതൽ 56 വരെയാണ് പദ്ധതിയുടെ കാലയളവ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹെറോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ഇത് മൂന്നും ശരിയാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4. പത്കായിബും, മീസോ കുന്നുകൾ, ഖാസി ഗാരോ കുന്നുകൾ. ഇത് മൂന്നുമാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 4 ശരിയായി അല്ലാത്തത്. 1, 3 ശരിയാണ്. അപ്പോൾ അത് നോക്കാം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുണ്ട്. അതുപോലെ തന്നെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയും അതുപോലെ തന്നെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയായിട്ടുള്ളത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. ഇത് രണ്ടും ശരിയാണ്. താഴെ നൽകിയിട്ടുള്ളതിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3, 4. പാരദീപം, ഹാൽഡിയ ഇത് രണ്ടുമാണ് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖങ്ങൾ. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ആൻസർ ഓപ്ഷൻ എ ആണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ചീയപ്പാറ, പത്തനംതിട്ട. അതാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. വാഴച്ചാൽ തൃശൂർ, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ഈ 3 പോയിന്റും ശരിയാണ്. കേരളത്തിലെ ജലവൈദ്യുതി പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 4 തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയല്ലാത്തത്. ബാക്കി ശരിയായിട്ടുള്ളത് നോക്കാം.
ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട്. അതുപോലെ തന്നെ മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. താഴെ പറയുന്നതിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 4. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. തന്നിട്ടുള്ളതിൽ ഇവർ മൂന്നുപേരുമാണ് അത്ലറ്റുകൾ. കേരള അത്ലറ്റുകൾ ഇവർ മൂന്നുപേരുമാണ്. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ അതുമായി യോജിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984 മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പെരിയാർ. താഴെ പറയുന്നതിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പത്തനംതിട്ട. താഴെ പറയുന്നതിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛന് പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ പോയിന്റുകൾ നോക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. അപ്പൊ ഇത് 4മാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് സർദാർ പട്ടേലും VP മേനോനും. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നെല്ല്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അറബിക്ക. ISRO സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ എ ആണ് 1969 ISRO സ്ഥാപിതമായത്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 107. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ചെവിയിൽ. സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെർബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. അപ്പൊ ഈ 2 പോയിന്റ് ആണ് ശരിയായിട്ടുള്ളത്. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പൊക്കാളി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപ്പിക്ക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉൽപാദകർ. പവിഴപ്പുറ്റുകൾ കടലിൽ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബാർക്ക് BARC. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. താഴെ പറയുന്നത് തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പാസ്കൽ ബലം എന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ള ജോഡികളാണ് പവർ വാട്ട്, ഊർജം ജൂൾ, പ്രവൃത്തി ജൂൾ. അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ് ഓപ്ഷൻ ബി ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബേക്കലൈറ്റ്. ബാക്കിയെല്ലാം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ്. പോളിത്തീൻ, നൈലോൺ, PVC ഇതെല്ലാം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ബേക്കലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ്. ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത് ഇത് രണ്ടുമാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ടൊവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കോയമ്പത്തൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മലമ്പനി. ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ക്ഷയം, BCG അതിനുള്ള വാക്സിൻ ആണ് BCG. 1ആണ് ശരിയായിട്ടുള്ളത്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുമ്പ്. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹീമോഫീലിയ. ഫാറ്റി ലിവർ, പക്ഷാഘാതം, പ്രമേഹം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. എന്നാൽ ഹീമോഫീലിയ ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടുന്നവ അല്ല. താഴെ പറയുന്നതിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് കുഷ്ഠം. നിപ്പ രോഗത്തിന്റെ പ്രകൃത്യാലുള്ള വാഹക ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അലോപ്പതി. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മെഡിസെപ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മോഹൻലാൽ. അടുത്ത മാത്സ് ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളാണ്. അതൊരു ബോർഡ് മാസ് റൂളിലുള്ള ചോദ്യമാണ്. 81ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് 0. അടുത്ത ചോദ്യം, ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 36. 83ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് 4ൽ 3. 72 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 4.8 കിലോമീറ്റർ. ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 6%. 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു.
രണ്ട് സംഭരണികളിലെയും വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 130 ലിറ്റർ. 1/4 വർഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 25/16. 88ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1.2. ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് 5.25 കിലോഗ്രാം. 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 180. അടുത്ത വീണ്ടും ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുള്ളതാണ്. അതിന്റെ തുക വരുന്നത് ഓപ്ഷൻ സി ആണ് 145. 1, 2, 6, 15, 31 ഡാഷ് എന്ന ശ്രേണിയുടെ വിട്ട ഭാഗത്തെ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 56. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 4:65. 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് 11ാമതും ലത പുറകിൽ നിന്ന് 21ാമതും ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ് 5. അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 32. അടുത്തത് സമാന ബന്ധം കണ്ടെത്താനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ADKM. അടുത്ത വീണ്ടും പൂരിപ്പിക്കാനാണ്. 2, 3, 5, 7, 11 ഡാഷ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. അവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ എ ആണ് 13. അടുത്ത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 125/625. 4 + 8 20 ആയാൽ 6 + 10 എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് 44. ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. ഇതാണ് ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 100 ചോദ്യമാണ് ഈ എക്സാമിന് ഉണ്ടായിരുന്നത്. താങ്ക് യു.